സുധിയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? ആരായി റൂബി? എൻ്റെ നെഞ്ചിൽ തലവെച്ച് കൈകോർത്ത് എന്നെ ഇറുകെ പുണർന്ന് കിടക്കുന്ന അവളുടെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. വാക്കുകൾ തൊണ്ടക്കുഴിയിൽ ഉരുണ്ടുകൂടി, പുറത്തേക്ക് വരാതെ വീർപ്പുമുട്ടി. ശ്വാസം മുറുകുന്ന പോലെ. നെഞ്ചിൽ നിന്നും തല ഉയർത്തി മുഖത്തൊരു സൗമ്യത വരുത്തി അവൾ എന്നെ നോക്കി. എന്നെക്കാൾ സുന്ദരിയാണോ സുധിയേട്ട അവൾ? ദൈവമേ, ഇതെങ്ങനെ? ചെറുവിന് മുഖം കൊടുക്കാതെ ഞാൻ തലതിരിച്ചു. മുഖപുസ്തകത്തിൽ നിന്നും എപ്പോഴോ എന്നിലേക്ക് പടർന്നു കയറിയ സൗഹൃദമായിരുന്നു റൂബി. എൻ്റെ എഴുത്തുകളെ സ്വീകരിച്ച, അതിലൂടെ എന്നെ അറിഞ്ഞ പക്കാ പരിഷ്കാരി പെണ്ണ്. പതിയെ ഇൻബോക്സിലേക്കും അവിടുന്ന് ഹൃദയത്തിലേക്കും ആ ബന്ധം എത്തിയത് എത്ര വേഗത്തിലാണ്! എന്താ സുധിയേട്ടാ ആലോചിക്കുന്നേ? ഞാൻ ഇതെങ്ങനെ അറിഞ്ഞെന്നാണോ? ഒരു ദിവസം ഓഫീസിലേക്ക് പോകാൻ വേണ്ടി കുളിക്കാൻ കയറിയപ്പോൾ സുധിയേട്ടൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ വന്നിരുന്നു. മൊബൈൽ സ്ക്രീനിൽ തെളിഞ്ഞ റൂബി എന്ന പേര് കണ്ടപ്പോൾ ഞാനൊന്ന് പകച്ചു. എന്നോട് പറയാത്ത പെൺ സൗഹൃദങ്ങളൊന്നും അതുവരെ സുധിയേട്ടൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത എൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടാകും അപ്പുറത്തു നിന്നും അനക്കമൊന്നും കേൾക്കാതിരുന്നത്. പതിയെ ആ കോള് കട്ടായി. ഓഫീസിലെ എന്തെങ്കിലും കാര്യത്തിനായുള്ള വിളിയായിരിക്കുമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. അറിയാതെ പോലും ഞാൻ സുധിയേട്ടനെ സംശയിക്കരുതല്ലോ, അത് പാവമാകും. തലവേദനയുടെ ശക്തിയിൽ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്ന സുധിയേട്ടൻ എൻ്റെ മടിയിൽ കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. സുധിയേട്ടൻ്റെ തലയിൽ തലോടി നെറ്റിയിൽ ഒരു ഉമ്മയും തന്ന് ഞാൻ കട്ടിലിൽ ചാരിയിരിക്കുമ്പോഴാണ് വീണ്ടും സുധിയേട്ടൻ്റെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ ആ പേര് തന്നെ പിന്നെയും കണ്ടപ്പോൾ ആ ഫോൺ എടുക്കാൻ ചെറിയൊരു പേടി എന്നെ എപ്പോഴും പിടികൂടിയിരുന്നു. അന്നത്തെ പോലെ ഇന്നും എൻ്റെ ശബ്ദത്തിൽ മാത്രം ആ ഫോൺ അവസാനിച്ചു. സുധിയേട്ടനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടികൊണ്ടാണ് അനുവാദമില്ലാതെ ഞാൻ സുധിയേട്ടൻ്റെ ഫോൺ പരിശോധിച്ചത്. മെസ്സേജിലൂടെ പരസ്പരം നിങ്ങൾ പങ്കുവച്ച സ്നേഹചുംബനങ്ങളും പഞ്ചാരവാക്കുകളും കണ്ടപ്പോൾ ഹൃദയം ആരോ കീറി മുറിക്കുന്നത് പോലെ തോന്നി. എനിക്ക് ജീവിതം അവസാനിപ്പിക്കാൻ വരെ തോന്നി. നാളെ സർവ്വതും സുധിയേട്ടന് നൽകാൻ തയ്യാറായി അവൾ വരുമ്പോൾ വാക്കുകൾ കിട്ടാതെ അവൾ എൻ്റെ നെഞ്ചിൽ കിടന്ന് വിക്കി വിക്കി കരഞ്ഞു. എൻ്റെ അടുക്കൽ പിടിച്ചു നിൽക്കാൻ വാക്കുകളില്ലായിരുന്നു. അവളുടെ മുൻപിൽ തെളിവ് സഹിതം പിടിക്കപ്പെട്ട ഒരു കള്ളനായി ഞാൻ. കണ്ണീര് തുടച്ച് അല്പനേരത്തെ മൗനം വെടിഞ്ഞവൾ തുടർന്നു. എനിക്ക് പേടിയാ സുധിയേട്ടാ. ബാക്കിയുള്ളവരെ പോലെ പൊട്ടിത്തെറിച്ചാൽ എന്നേക്കുമായി എന്നെ സുധിയേട്ടനെ ഉപേക്ഷിക്കുമെന്ന പേടി. ഞാൻ സുധിയേട്ടനെ കുറ്റം പറയില്ല. ചോരയും നീരും പറ്റിയ നാട്ടുംപുറത്തുകാരിയായ എന്നെപ്പോലെ ഒരു അനാഥ പെണ്ണിനെ സുധിയേട്ടനെന്നല്ല ആർക്കായാലും പെട്ടെന്ന് തന്നെ മടുക്കും. കണ്ണീര് തുടച്ചുകൊണ്ട് അവൾ എന്നിൽ നിന്നും അടർന്നു കിടന്നു. സുധിയേട്ടന് ഓർമ്മയുണ്ടോ, നമ്മുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരിക്കൽ ഒരു രാത്രി? അന്ന് തുള്ളിക്കൊരു കുടമെന്ന പോലെ പുറത്ത് തകർത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചുണർത്തി അമ്മയെ അറിയിക്കാതെ സുധിയേട്ടൻ കുളക്കടവിനടുത്തുള്ള തോട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. തോടിന് കുറുകെയുള്ള കോൺക്രീറ്റ് പാലത്തിലിരുന്ന് തോട്ടിലെ വെള്ളത്തിലേക്ക് കാല് നീട്ടി സുധിയേട്ടൻ്റെ നെഞ്ചിൽ കിടന്ന് അന്ന് നമ്മൾ ഒത്തിരി നേരം മഴ നനഞ്ഞില്ലേ? ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമായിരുന്നു അത്. പിന്നെ എപ്പോഴാണ് സുധിയേട്ടാ ഏട്ടൻ എന്നെ മടുത്തത്? പറ. എനിക്ക് ഉത്തരമില്ലായിരുന്നു. കുറ്റബോധം കൊണ്ട് ഹൃദയം വിങ്ങിപ്പൊട്ടി. എൻ്റെ ബെഡിൽ കരഞ്ഞു കിടക്കുന്ന അവളെ ഒന്നുകൂടി എന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ചാരു, ക്ഷമിക്കോ നീ എന്നോട്? മാപ്പ് തരുമോ നീ ഈ ഏട്ടന്? എൻ്റെ ശബ്ദം ഇടറിയിരുന്നു. എപ്പോഴോ എൻ്റെ മനസ്സ് കളങ്കപ്പെട്ടു എന്നത് ശരിയാണ്. മറ്റൊരു പെണ്ണിനെ ഞാൻ ആശിച്ചിരുന്നു എന്നതും സത്യമാണ്. പക്ഷേ എൻ്റെ ശരീരം ഇപ്പോഴും നീയല്ലാതെ മറ്റൊരാളുടെയും ചൂടറിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും അറിയുകയും വേണ്ട. ദേവിയെ സാക്ഷിയാക്കി നിന്റെ കഴുത്തിൽ ഞാൻ ചാർത്തിയ ഈ താലി സത്യം. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അവൾ. ഞാനും കരഞ്ഞു തുടങ്ങിയിരുന്നു. എനിക്ക് മനസ്സിലാവും ഏട്ടാ, ഞാനല്ലാതെ എൻ്റെ ഏട്ടനെ വേറെ ആരും മനസ്സിലാക്കാനാ എന്ന് പറഞ്ഞ് എന്നിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ പുറത്ത് മഴ തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. ദൈവമേ, എങ്ങനെയാ ഞാൻ നിന്നോട് നന്ദി പറയേണ്ടത്? ഇവളെപ്പോലെ ഒരുത്തിയെ എനിക്ക് തന്നതിന്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ പതുക്കെ വിളിച്ചു, ചാരു, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നമുക്ക് അന്നത്തെ പോലെ ഒന്നുകൂടെ മഴ നനയാൻ പോയാലോ? അവളുടെ മറുപടിക്ക് കാക്കാതെ ഞാൻ അവളെ കോരിയെടുത്ത് ഞാൻ പുറത്തേ കൂടി. ചെന്ന് നിന്നത് ആ കോൺക്രീറ്റ് പാലത്തിലായിരുന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ അവളെ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ഒത്തിരി നേരം മഴ നനഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ടോർച്ച് ലൈറ്റ് ആരോ മുഖത്തേക്കടിച്ചത്. ഒപ്പം ആരാടാ അത്
എന്ന കനപ്പിച്ച ചോദ്യവും. ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അത് അയലത്തുള്ള രാഘവേട്ടനാണെന്ന്. ഞാനാ രാഘവേട്ട, സുധി. കൈകൊണ്ട് വെളിച്ചം തടഞ്ഞു വെച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു. പതിയെ അവിടെ നിണീറ്റ് ചാരുവിനെയും കൂട്ടി രാഘവേട്ടൻ അടുത്തേക്ക് നടന്നു. നിങ്ങളെന്താ മക്കളെ ഈ നേരത്തിവിടെ? അല്പം ആശ്ചര്യത്തോടെയാണ് മൂപ്പരത്ത് ചോദിച്ചത്. ചിലപ്പോൾ വല്ല ആത്മഹത്യയ്ക്കും വന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു കാണും. ഒന്നുമില്ല രാഘവേട്ട, ഞങ്ങളൊരിത്തിരി മഴ നനയാൻ വന്നതാണ്. ചുമ്മാ ഒരു രസം അല്ലേടി? അവളൊന്ന് ചിരിച്ചു. ഇതെന്നാടാ സിനിമയിലൊക്കെ കാണും പോലെ റൊമാൻസ് ആണോ? പുതുമഴയാണ്, അവസാനം പനി പിടിച്ച് കിടക്കേണ്ടി വരും. രണ്ടും പറഞ്ഞേക്കാം. ഞങ്ങൾ പോകാൻ നിൽക്കാം. അല്ല രാഘവേട്ടൻ എന്താ ഇവിടെ? അവിടെയും റൊമാൻസ് ആണോ? ഞാനൊരു കള്ളച്ചിരിയോട് ചോദിച്ചു. ഒന്ന് പോടാ, ഈ പ്രായത്തിലല്ലേ റൊമാൻസ്? പുതുമഴയല്ലേ, തോട്ടിൽ നല്ല മീൻ കയറും. വലയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ അതെടുക്കാൻ വരണം. മീൻ കിട്ടിയാ ഞാൻ വീട്ടിലെത്തിക്കാം. രാഘവേട്ടനോട് യാത്ര പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും പാതിരാത്രിയായിരുന്നു. ചാരു എൻ്റെ തല തുവർത്തി തന്നു. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി കിടന്നു. അവളെ എൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി പുതിയൊരു ജീവിതത്തിന് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. നോക്കുമ്പോൾ റൂബി എന്ന പേര് സ്ക്രീനിൽ തെളിഞ്ഞതും ഞാനും ഒപ്പം ചാരുവും ഒന്ന് പകച്ചു. ഫോൺ എടുത്ത് സ്പീക്കറിലിട്ടു. അവളിങ്ങോട്ട് എന്തേലും പറയുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞു തുടങ്ങി. ക്ഷമിക്കണം റൂബി, നമ്മളിതുവരെ നടന്നുകൊണ്ടിരുന്നത് ഒരിക്കലും തിരിച്ചു കയറാൻ സാധിക്കാത്ത ഒരു വലിയ ഗർത്തത്തിലേക്കായിരുന്നു. മുൻജന്മത്തിൽ ചെയ്ത എന്തോ സുഹൃതമാണ് എന്നെ തിരിച്ചു നടത്തിയത്. ആ സുഹൃതത്തിന് എൻ്റെ ഭാര്യയുടെ മുഖമാണ്. നമ്മുടെ ബന്ധം ഇവിടെ തീരുന്നു. ഒരിക്കലും നേരിൽ കാണാത്ത ഈ സൗഹൃദം ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ. ഗുഡ് ബൈ. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ചാരുവിനെ ഒന്നുകൂടെ ഇറുകെ പുണർന്ന് നെറ്റിയിൽ ചുംബിക്കുമ്പോൾ പുറത്ത് പിന്നെയും മഴ തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.